കേരളം മഴക്കെടുതിയിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിന് കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് സമയം. സിപിഎമ്മിന്റെ പത്തനംതിട്ടയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെ നാടകം എല്ലാവരും കണ്ടു കാണും. ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങളിലെന്നും വി.ഡി. സതീഷിനേക്കാൾ ഭേദം പിണറായി വിജയനായിരുന്നെന്നും പറഞ്ഞ ഒരു പാവ സ്ത്രീയുടെ വീഡിയോ ആരും മറന്നു കാണില്ല. എന്നാൽ തൊട്ടു പിന്നാലെ ഈ സ്ത്രീ തന്നെ സത്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയായിരുന്നു. സിപിഎം ഏരിയ സെക്രട്ടറി പറഞ്ഞതനുസരിച്ചാണ് താൻ അങ്ങനെ സംസാരിച്ചതെന്ന് ഇവർ തുറന്നു പറഞ്ഞതോടെ ഇടതുപക്ഷം ആസൂത്രണം ചെയ്ത നാടകം പൊളിഞ്ഞു വീഴുകയായിരുന്നു. എന്നാൽ ഇന്ന് നാടകത്തിനെതിരെ പത്തനംതിട്ടയിലെത്തിയ വി.ഡി. സതീശൻ പ്രതികരിക്കുകയുണ്ടായി. ഏത് ക്യാമ്പിൽ എവിടെയാണ് പരാതി എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ പരിഹരിക്കുമെന്നും അത് CPM ആണെങ്കിലും ആര് പറഞ്ഞാലും പരിഹരിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം ഇനിയും കൈരളി TV ഒന്നും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കരുതെന്നും ഒരു കുത്തിത്തിരിപ്പ് പുറത്തു വന്നില്ലേ എന്നും ഒരു പാവ സ്ത്രീയെ കൊണ്ട് ഏരിയ സെക്രട്ടറിയെ പറയിപ്പിച്ചത് പുറത്തു വന്ന് നാണം കെട്ട് നിൽക്കുകയല്ലേ എന്നും ഇനിയും നാണം കെട്ടരുതെന്നും അദ്ദേഹം പരിഹസിച്ചു. പ്രളയബാധിതർക്ക് ആശ്വാസം എത്തിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം സർക്കാരിനെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷം പോകുന്നതിനെ അദ്ദേഹം കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതല്ല, അത് ഇവിടെ മന്ത്രി മണിക്കൂറുകൾക്ക് ഇവിടെ ഒരു മന്ത്രി എത്തി, മനസ്സിലായില്ലേ? ഈ സംഭവം ഉണ്ടായി. നമ്മൾ പോകുന്നതല്ലല്ലോ, നമ്മൾ ചെല്ലുന്നത് അവിടെയുള്ള സംവിധാനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യം സംവിധാനങ്ങൾ ഉണ്ടാക്കണ്ടേ? എല്ലാ വെളുപ്പിന് 5 മണിക്ക് അറിഞ്ഞത് മുതൽ എല്ലാ മന്ത്രിമാരെയും ജില്ലയിൽ ബന്ധപ്പെട്ടു. അവരെല്ലാവരും ആ സ്ഥലത്തെത്തി. എല്ലാ MLA-മാരെയും ബന്ധപ്പെടുത്തി, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. അഡീഷണൽ ആയിട്ടുള്ള പണം അനുവദിക്കുന്നതിനുള്ള ഉൾപ്പെടെയുള്ള ഏർപ്പാടുകൾ ഏർപ്പെടുത്തി. അതാണ്. പിന്നെ ഞാൻ CPM ജില്ലാ കമ്മിറ്റി പറയുന്ന അനുസരിച്ചുള്ള ഡേറ്റിലല്ലല്ലോ ഞാൻ പോകുന്നത്. എന്താണ് അതെല്ലാം ക്ലിയർ ചെയ്ത കേസാണ്. ഇന്നലെ ക്ലിയർ ചെയ്ത. നിങ്ങളിപ്പോ ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് ഈ വിഷയത്തിന്. അതെല്ലാം ഇന്നലെ പത്രസമ്മേളനത്തിൽ ക്ലിയർ ചെയ്ത. പ്ലീസ് പ്ലീസ് പ്ലീസ്. Now we have reviewed the rehabilitation process and other measures in Pathanamthitta districts. There are more than 133 camps. The inhabitants are more than 6,000. The camps, all measures are taken by the government to provide the food, shelter, and toilets were arranged. And then now we are providing sufficient help when they are going back to their home. Also, we have made all arrangements. സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ആവശ്യമായ ബോട്ടുകളെല്ലാം ഉണ്ട്. എല്ലാ സ്ഥലത്തും ആവശ്യമായ 14 മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ നേരത്തെ തന്നെ കൊല്ലത്തുനിന്ന് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 14 എണ്ണം ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തു നിന്നുമായിട്ട് എല്ലാ സാധനങ്ങളും എത്തിക്കാനുള്ള സംവിധാനം. ഏത് ക്യാമ്പിലാണ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സംവിധാനങ്ങളാണ്. ക്യാമ്പുകളിൽ എല്ലാ സാധനങ്ങളും. അത് രാവിലെ ബൂത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ പോയല്ലേ? ഏത് ക്യാമ്പിൽ എവിടെയാണ് പരാതി എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പരിഹരിക്കും. 133 ക്യാമ്പുകളും 6400 പേരും നിൽക്കുകയാണ്. അത് CPM-കാര് പറഞ്ഞാലും ആര് പറഞ്ഞാലും പരിഹരിക്കും. എല്ലാ നിങ്ങള് ഞാൻ പറഞ്ഞുതരാം. കൈരളി TV ഒന്നും ഈ ജനങ്ങൾ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇറങ്ങണ്ട. അല്ല, ഒരു കുത്തിത്തിരിപ്പ് പുറത്തു വന്നല്ലോ. ഒരു പാവ സ്ത്രീയെ കൊണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞതൊക്കെ പുറത്തു വന്ന് നാണം കെട്ട് നിൽക്കുക. ഇനിയും നാണം കെട്ടണ്ട. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മന്ത്രിയും MLA-മാരും ആ പരാതി പറഞ്ഞു. പല വീടുകളിൽ നിന്നും നമ്മൾ ഇവാക്യുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവർ പോരുന്നില്ല. അവർ ചില വീട്ടിലൊക്കെ 2ാമത്തെ നിലയിലൊക്കെ നിൽക്കുകയാണ്. അത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോയി അവരെ രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത് ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും ആ അപേക്ഷ പരിഗണിച്ച് ഈ ഇവാക്യുവേഷൻ നടത്തുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥലത്ത് അതുമായിട്ട് പൂർണ്ണമായി സഹകരിക്കണം എന്ന് ഞാൻ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.
കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളൊക്കെ ക്യാമ്പ് നടത്തി പരിചയമുള്ളവരാണ്. ചിലർ വരില്ല, ചിലർ ഇല്ല ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നത് ഭയങ്കര റിസ്ക്കാണ്. പോകുന്ന ആളുകൾക്ക് കൂടി, രക്ഷാപ്രവർത്തകർക്ക് കൂടി റിസ്ക് ആവും. അതുകൊണ്ട് പൂർണ്ണമായി എല്ലാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം.